ആക്ച്വലി അരൂപി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തഭദ്രം പോലുള്ള ഒരു കാറ്റഗറിയാണ്. 150 വർഷം ബാക്കോട്ട് സഞ്ചരിച്ചു കൊണ്ടുള്ള ഒരു പടത്തിന്റെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിനകത്ത് കൊണ്ടുവന്നത്. വേൾഡിലേക്ക് പോകണം. ഒരു എനർജി ഉണ്ട് ബേസിക്കലി. എനർജി കാരണം 2 മണിക്ക് പോകുമ്പോഴാണ് ഈ എനർജി എല്ലാം ആക്റ്റീവ് ആവുന്നത്. A mystic feeling because obviously the house was set in the interiors of a village known as Palakkad, surrounded by a lot of bigger paddy fields. എല്ലാ പോയിന്റിലും നമ്മൾ ഹൊറർ എലമെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു 7-8 ജംപ് സ്കെയർ പടത്തിനകത്തുണ്ട്. ആളുടെ സൈഡിൽ നിന്ന് ടീമായിട്ടൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ മൊമെന്റിൽ വരുമ്പോൾ നമ്മൾ ആ സീക്വൻഷ്യലി പോകുന്ന സാധനത്തിൽ നമുക്ക് ആ ഭയം കൊണ്ടുവന്നേ പറ്റും. അപ്പോൾ മേ ബി നമ്മൾ തോട്ട് പ്രോസസ്സിലായിരിക്കാം. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ആ മനയിൽ തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഏനോ ഈസിയാന്ന് ഞാൻ പറയില്ല, കുറച്ചും കൂടെ എളുപ്പം. ഐ മീൻ മേ ബി അത് എടുക്കാനായിട്ട് കുറച്ചും കൂടെ ഒരു വരുന്ന ഒരു ഇതാണ്. Adaptation is very important once you need to get into that zone. So as an actor you always have the, you turn into a chameleon. You just keep changing colors and moods and everything because you have to deliver a scene, a dialogue. So you will never come to a climax by yourself assuming ki acha I knew this was going to come. No, that's not going to happen. Okay. Each time you keep expecting you'll have another thing coming up. മലയാള സിനിമ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഹൊറർ ഉണ്ടാക്കുന്ന സിനിമകളെ കൊണ്ട് വലിയ രീതിയിൽ ഫേമസ് ആണ്. ഇപ്പോൾ ആദ്യ ഹൊറർ സിനിമയൊക്കെ പലപ്പോഴും കരുതുന്ന ഒരു വെൽമെയ്ഡ് ഹൊറർ സിനിമയായി കരുതുന്ന നീലവെളിച്ചം, അതിൻ്റെ സിനിമാ രൂപമായിട്ടുള്ള ഭാർഗവി നിലയം തൊട്ടിട്ട് എത്രയോ സിനിമകൾ റീസെൻ്റായി ഇറങ്ങിയ ഡായ്സിറെ വരെ. അപ്പോൾ ആ ഒരു ശ്രേണിയിലേക്ക് മലയാള സിനിമയുടെ ഈ ഭയത്തിൻ്റെ ഒക്കെ ഒരു ഭാവകത്വം മാറ്റുന്ന സിനിമയാണോ അരൂപി? ചോദിക്കാം. സിനിമയുടെ പ്രധാനപ്പെട്ട താരങ്ങളും സംവിധായകനുമാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഹൊറർ പല രീതിയിൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഇൻസിഡിയസോ അല്ലെങ്കിൽ കോൺജറിങ് സീരീസ് ഒക്കെ എടുത്തുകയാണെങ്കിൽ ജംപ് സ്കെയർ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മിഡ് സോമറോ അങ്ങനത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പതുക്കെ ഭയം ഇങ്ങനെ ഇൻഡ്യൂസ് ആവുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഡൈസൈറയിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ഹൊററിനെ കാണിച്ചിട്ടുണ്ട്, വളരെ എഫക്റ്റീവായിട്ട്. അരൂപിയിൽ എന്ത് അപ്രോച്ചാണ് ഇപ്പോൾ? അതല്ലാതെ നമ്മുടെ മലയാളത്തിൻ്റെതായ കൺവെൻഷണൽ അപ്രോച്ച് ഉണ്ടല്ലോ. ഇപ്പോൾ അനന്തഭദ്രം, ഭാർഗവി നിലയം പോലത്തെ അപ്രോച്ചുകളുണ്ട്, മനയും ഒക്കെ ആയിട്ട് കേന്ദ്രീകരിച്ച്. അരൂപി എവിടെ, ഏത് റീജിയനിലാണ് പ്ലേസ് ചെയ്തത്? ആക്ച്വലി അരൂപി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തഭദ്രം പോലുള്ള ഒരു കാറ്റഗറിയാണ്. ആക്ച്വലി അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 150 വർഷം ബാക്കോട്ട് സഞ്ചരിച്ചു കൊണ്ടുള്ള ഒരു പടത്തിന്റെ ഒരു ഹൊറർ ഫീൽ ചെയ്ത് നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിനകത്ത് കൊണ്ടുവന്നത്. വേൾഡിലേക്ക് പോകണം. ആ ഒരു ടൈപ്പ് വേൾഡിലേക്ക് പോവാണ്. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു വേർഷൻ എന്ന് പറയുന്നത് 2026 നടക്കുന്ന സംഭവമാണ്. അപ്പൊ 2 തലമുറകളെ നമ്മൾ എന്ത് ചെയ്യണം, അതന്നെ അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പൊ അതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മൂവികളിൽ കാണുന്ന രീതിയിലല്ല ഇതിനകത്ത് നമ്മളത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോയിന്റിലും നമ്മൾ ഹൊറർ എലമെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ജംപ് സ്കെയർ ആണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു 7-8 ജംപ് സ്കെയർ പടത്തിനകത്തുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു, നമ്മൾ പേടിക്കും ശരിക്കും. ഇപ്പോൾ നമ്മൾ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് ഒരാൾ പെട്ടെന്ന് നമ്മൾ ബാക്കിൽ നിന്ന് ഒരു അങ്ങനത്തെ ഒരു അന്തരീക്ഷം, അതായത് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ബാക്കിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ തോണ്ടി വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു സൗണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെയുള്ള ജംപ് സ്കെയറുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു തിയേറ്ററിൽ അത് കാണുമ്പോൾ എന്തായാലും നമുക്ക് എന്ത് വരും, ഒരു ഞെട്ടൽ ഉളവാക്കുന്ന രീതിയിലുള്ള, അതായത് ജംപ് സ്കെയർ തന്നെ അങ്ങനെ തന്നെ പറയാം നമുക്ക്. അതായത് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ഇംഗ്ലീഷ് മൂവികളിൽ കാണുന്ന ആ ഒരു ജംപ് സ്കെയർ നമ്മൾ പഴയ രീതിയിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ബ്ലെൻഡ് ചെയ്തിട്ട് അതും നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അരൂപി എന്ന് പറയുന്ന സിനിമ ആക്ച്വലി പ്രേക്ഷകർക്കാണ് നമ്മൾ വിട്ടുകൊടുക്കുന്നത്. കാരണം ഇതിന്റെ എൻഡിങ്, അതുപോലെ തന്നെ ക്ലൈമാക്സ്, ഇതിന്റെ ഹൊറർ എലമെന്റ്, കോമഡി എലമെന്റ്, ഇതെല്ലാം ഇതുവരെ നമ്മൾ കാണാത്ത ഒരു വേർഷനാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം മലയാളത്തിലെ പഴയകാല സിനിമകളെ വെച്ച് നോക്കുവാണെങ്കിൽ അതിൽ കൊണ്ടുവന്ന ആ ഒരു സാധനം നമ്മൾ പുതിയൊരു ഇതിലേക്ക് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മൾ ആ ഒരു കാറ്റഗറി തിരിച്ചും അങ്ങോട്ട് കൊണ്ടുപോവാണ്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. കാരണം എനിക്ക് കിട്ടിയ 2 നടിമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും മലയാളം ഒട്ടും അറിയാത്ത ആൾക്കാരായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഈ പുറത്തെ, അതായത് ഔട്ട് സൈഡ് നമ്മുടെ സ്റ്റേറ്റ് പുറത്തു നിന്നുള്ള ആൾക്കാരെ
നിങ്ങൾ കൊണ്ടുവന്നതും അഭിനയിപ്പിച്ചതും. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഞാൻ അവരോട് ഒറ്റ ചോദ്യം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, നമ്മൾ സ്ഥിരമായിട്ടൊരു വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യില്ല, പേടിക്കില്ല. ഇപ്പം എത്രയാണ് നമ്മൾ അമ്മ അച്ഛനൊക്കെ ആരെങ്കിലും നമ്മുടെ അടുത്ത് ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ അവരെ ഫേസ് കണ്ടതാണ്. നേരെ മറിച്ച് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അതുപോലെ കുറേ നമ്മുടെ ഫേസസ് ഉണ്ട്, അവരെല്ലാം പരിചിതമായ ഫേസുകളാണ്. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ നമ്മൾ വ്യത്യസ്തമായിട്ട് രീതിയിലുള്ളൊരു ഫേസ് കൊണ്ടുവന്നാൽ നമുക്കത് എഫക്റ്റീവ് ആവും. കാരണം ഇത് ഇവരെ എന്താണ്, അല്ലെങ്കിൽ ഇവരെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താന്നുള്ളത് അത് പടം കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവരെന്താ ചെയ്യുമ്പോൾ നമുക്കൊരു ജഡ്ജ്മെന്റ് ഇല്ലല്ലോ അല്ലെ. അതാണ് ഒരു പ്രീ ജഡ്ജ്മെന്റ് ഇല്ലാത്തതും, അതാണ് പടത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഷോട്ട് ഉണ്ട് ഇതിനകത്ത്, 15 മിനിറ്റോളം ഉള്ള ഒരൊറ്റ സിംഗിൾ ഷോട്ട് പോയിട്ടുണ്ട് ഇതിനകത്ത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യണം, അത് ആ സെറ്റ് അതേപോലെ എന്ത് ചെയ്യണം, റീക്രിയേറ്റ് ചെയ്യണം. അതൊരു വൻ ടാസ്ക് ആയിരുന്നു, അത് ഹിമാലയൻ ടാസ്ക് തന്നെയായിരുന്നത്. അത് ഷൂട്ട് ചെയ്തെടുക്കുക, അത് നമ്മുടെ പടത്തിന്റെ ഷൂട്ട് നടന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം 2 മണി മുതൽ രാത്രി 2 മണി വരെ ആയിരുന്നു. അപ്പൊ ആ ഒരു ഇതുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പടത്തിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്, പല പല സ്ഥലങ്ങളിൽ പോയി പല പല മനകൾ വാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫൈനലി ഈ പട്ടാമ്പിക്കടുത്ത് കക്കാട്ടുമന എന്ന് പറഞ്ഞ മനക്കകത്ത് നമ്മൾ വരുന്നതും. ആ മന കണ്ടപ്പോൾ തന്നെ നമ്മൾ അവിടെ ആ മുറ്റത്ത് പോയി നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു ഹൊറർ എലമെന്റ് അവിടെ ഉണ്ടെന്നുള്ള ഇത് മനസ്സിലാവുകയും അതിനകത്തോട്ട് കയറിയപ്പം ഞങ്ങൾ വിചാരിച്ചതിൽ കൂടുതൽ എന്തുണ്ട്, ഹൊറർ സബ്ജക്റ്റ് അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു എനർജി ഉണ്ട് ബേസിക്കലി. എനർജി, കാരണം 2 മണിക്ക് പോകുമ്പോഴാണ് ഈ എനർജി എല്ലാം ആക്റ്റീവ് ആവുന്നത്. 2 മണിക്ക് ഭയങ്കരമായിട്ട്, എസ്പെഷ്യലി നേഹൊക്കെ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. യു ഫെൽറ്റ് എനർജി ഇൻ ദ നൈറ്റ്. കാരണം ഭയങ്കരമായിട്ട് ആ ഒരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ട്. It's a feeling, I mean, a mystique feeling, because obviously the house was set in the interiors of a village known as Palakkad, surrounded by a lot of bigger paddy fields, standing alone, and monsoons came, and I think there was an eerie air to it. Plus, there was a lot of instructions for the house, don't eat non-veg at all. 25 ദിവസം നമ്മൾ വെജിറ്റേറിയൻ ആയിരുന്നു. Don't wear 25 ദിവസം slippers. എല്ലാവരും ഇവര് വെജിറ്റേറിയൻസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മനകൾ ഞങ്ങൾ നടന്ന് സൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണല്ലോ ഇത് കിട്ടുന്നത്. പെർമിഷൻ തന്നില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രാത്രിയിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇവർ തന്നില്ല. കാരണം അവിടെ വെച്ചാരാധന ഉള്ളതും തെക്കിനി അവർ പൂജയ്ക്കും കൊടുക്കുന്നു, അങ്ങനത്തെ കുറെ പ്രോഗ്രാംസ് അവർ അവിടെ ചെയ്യുന്നുണ്ട്. അവർ ഇതുവരെ ഒരു ഷൂട്ടും കൊടുത്തിട്ടില്ല. രാത്രി 10 മണി വരെ അവർ കൊടുക്കും, അത് കഴിഞ്ഞ് അവർ കൊടുക്കത്തില്ല. അപ്പൊ അവർ പറയണത് അതിനുശേഷം അവിടെ എന്തൊക്കെയോ ഒരു ഇതുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് കാരണത്താ കൊടുത്തില്ല അവര്. പക്ഷെ ഞാൻ ലാസ്റ്റ് അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ എന്നാണ് അതിന്റെ ഓണറുടെ പേര്, ഉണ്ണിച്ചേട്ടനോട് സംസാരിച്ച് ഉണ്ണിച്ചേട്ടൻ അത് ഓക്കെ എന്ന് പറഞ്ഞ്, എന്നിട്ട് പുള്ളി പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, മനയിൽ നോൺ വെജ് കഴിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, കയറാൻ പാടില്ല എന്നാണ്. നിങ്ങളുടെ എൻ്റയർ ക്രൂ എന്തായിരിക്കണം, വെജിറ്റേറിയൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ ആ സ്ഥലത്ത് നൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ അനുമതി തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം വേണം. കാരണം ആ മന മാത്രമാണ് ഞങ്ങളുടെ ആ ഒരു ഇത് വരുന്നത്. ആ മനയ്ക്കകത്ത് ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിന്റെ മെയിൻ എലമെന്റ്സ് എല്ലാം. അപ്പം ഞങ്ങൾ ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര ടാസ്ക്സ് ആയിരുന്നു. കാരണം മഴ, 3-ാമത്തെ ദിവസം മുതൽ ഞങ്ങൾക്ക് നല്ല മഴ, പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴയായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ആ ഓരോ മനയുടെ ഓരോ ഉള്ളിലും റൂമുകളുടെയും അതുപോലെ കോറിഡോർസിന്റെ എല്ലാം ഉള്ളിൽ തന്നെ എന്ത് ചെയ്യേണ്ടിയിരുന്നു ഞങ്ങൾക്ക് ഇതല്ല. അത് പക്ഷെ ഭയങ്കരമായിട്ട് ദൈവം അനുഗ്രഹിച്ചെന്ന പോലെ അത് ഓരോ ഷോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഫീല്, നമുക്ക് ഒരു ഹൊറർ ഫീല് കിട്ടുന്നുണ്ട് എന്നുള്ളത് ആ ഒരു ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ നല്ല നല്ല കുറെ അനുഭവങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ അവിടുന്ന് കിട്ടിയ കുറെ നെഗറ്റീവ് എനർജീസസ് നമ്മളത് പേടിപ്പിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങളിത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ ഇന്ന സാധനം അവിടെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ പോയി അത് നോക്കുന്നു. അല്ലെങ്കിൽ അവിടെ എല്ലാവർക്കും വയ്യാതായി, നമുക്ക് കുറെ പേർക്ക് പനി വന്നു അല്ലേ. അതായത് അവിടെ എന്തോ ഉണ്ട്, സംതിങ് ഹോണ്ടിങ് ദെയർ. അതങ്ങനെയാണ്. അത് പകല് കുഴപ്പമില്ല, പകല് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക്. പക്ഷെ രാത്രിയിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്. കാരണം അവിടെ പാമ്പ് ഞങ്ങൾക്ക് കുറെ ഡിസ്റ്റർബ് ആയിരുന്നു. കാരണം നമ്മൾ ഷൂട്ട് ചെയ്തോണ്ട് കാവുണ്ട്, തൊട്ടടുത്ത് തന്നെ കുളം, ആ കുളത്തിന്റെ സൈഡിൽ രാത്രി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അതുവരെ അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ പാമ്പിന്റെ തോല് വിത്തിൻ ഒരു 1 അവറിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണത്, പടം പൊഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ക്രൂസ് എല്ലാം കുറച്ച് ഭയപ്പെട്ടു. കാരണം മൂർഖനാണ്,
അപ്പൊ അത് എന്തായാലും തേളിനെ ഉണ്ട്. കണ്ടിരുന്നു. തേള് അങ്ങനെ കുറെ ഭീകരമായ ഒരു ഇത് തന്നെ അവിടെ കിട്ടി. പിന്നെ ഒന്നും വേണ്ട, രാത്രി ഒരു 10-11 മണിയായിട്ട് ആ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ആ മനയുടെ ഫ്രണ്ടിൽ നിന്നാൽ തന്നെ നമുക്ക് എന്താവും, ഭയം വരും. ഭയം വരും ഉറപ്പായിട്ട്. എത്ര വലിയ ഇതുള്ളവനാണെന്ന് പറഞ്ഞാലും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് തൊട്ട് ബാക്കിൽ അതിന്റെ പാടി ഫീഡാണ്, ആ അത് ഇപ്പുറത്തെ കാവും ഈ സൈഡില് പിന്നെ കാടുമാണ്. കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ മയില് അങ്ങനെയുള്ള പന്നികൾ അങ്ങനെയുള്ള മനുഷ്യവാസം ഇല്ലാത്ത ഏരിയ ആണത്. ഉം. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടല്ലോ, ഈ ചീവീടിന്റെ ആ പന്നിയുടെയും അതുപോലെ ഈ വവ്വാലിന്റെ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വലിയ പനയുണ്ട്, ഓ കൊടപ്പന പന അങ്ങനത്തെ, അതിന് മുഴുവൻ വവ്വാലാണ് അതിനകത്ത്. അപ്പൊ അതിന്റെ സൗണ്ട് അങ്ങനെ കൊണ്ടുവരുമ്പോ ആ ഒരു ഏരിയ തന്നെ എന്ത് ചെയ്യാണ്, ഭീകരമായ രീതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സത്യം പറയുകയാണെങ്കിൽ ആ ഒരു പവർ ഇൻസ്പയർ ചെയ്തിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വിഷ്വലിലേക്ക്. ആ ഓക്കെ ഓക്കെ. പിന്നെ അവൻ നല്ല രീതിയിലാണ് എൻ്റെ ക്യാമറ എന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. പടം നമ്മൾ കാണുക തന്നെ വേണം, കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ക്യാരക്ടർ, ഇവളുടെ ഒരു ക്യാരക്ടർ, അവളുടെ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ബേസിൽ എന്തുണ്ട് ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ഇവരുടെ ക്യാരക്ടറായിട്ട് യാതൊരു എന്തില്ല, മാച്ചില്ല. ഓ ഓ അപ്പോൾ അത് അവർക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു അത് ആക്ച്വലി. ഇപ്പോൾ വൈശാഖിനാണെങ്കിലും വൈശാഖിന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ന്യൂ കമർ ചെയ്യേണ്ട ഒരു എന്തല്ല ക്യാരക്ടർ അല്ല, അത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അവനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റി, നമുക്ക് ചെയ്തെടുപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നേഹയുടെ ക്യാരക്ടറാണ് ഈസി അല്ലായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഫേസ് എന്ത് ചെയ്യണം, വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ചേഞ്ച് ആവണം. അത് അവൾക്കാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ആ ഇത് വന്നിരിക്കുന്നത്. കാരണം സെക്കൻഡ്സിനുള്ളിൽ ആ ഫേസിന്റെ ചേഞ്ചസ് അത് കുറെ നമ്മൾ 3-4 പ്രാവശ്യം എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓ ഓ ഓക്കെ. പിന്നെ അവളെ മലയാളം പഠിപ്പിക്കലായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. കാരണം ചില ഷോട്ടുകളൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ ലിപ്പ് സിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവൾക്ക് മലയാളം അറിയില്ല. പിന്നെ അവൾ ഇരുന്ന് മലയാളം എഴുതി പഠിച്ചു. അത് അവൾ തന്നെ പറയും അവളുടെ എക്സ്പീരിയൻസ് എന്താന്നുള്ളത്. ഭയം അഭിനയിച്ച് കാണിക്കുക എന്ന് പറയുന്നതിൽ ഒരു വലിയ ടാസ്ക് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ പലപ്പോഴും ആ ഒരു പാരനോർമൽ ആക്ടിവിറ്റീനെയോ ആ ഒബ്ജക്റ്റിനെയോ ആ സോഴ്സ് എന്നല്ലാതെ നിങ്ങൾ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു യക്ഷയെ കണ്ട ഒരാൾ പേടിക്കുന്നു, അപ്പോഴാണല്ലോ യക്ഷയുടെ വലിപ്പം ഒന്നുകൂടി മാഗ്നിറ്റ്യൂഡ് വലുപ്പമാവുന്നത്. ഈ ഭയം അഭിനയിക്കുമ്പോൾ അതിന് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് ഏത് പ്രകാരമായിരുന്നു, അതെങ്ങനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാനാണ് നോക്കിയിട്ടുള്ളത്? ബേസിക്കലി എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഓൾറെഡി. നമുക്ക് ആളുടെ സൈഡിൽ നിന്ന് ടീമായിട്ടൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ മൊമെൻറ്റിൽ വരുമ്പോൾ നമ്മൾ ആ സീക്വൻഷ്യലി പോകുന്ന സാധനത്തിൽ നമുക്ക് ആ ഭയം കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ മേ ബി നമ്മൾ തോട്ട് പ്രോസസ്സിലായിരിക്കാം. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ആ മനയിൽ തന്നെയാണ്, അപ്പോൾ കുറച്ചും കൂടെ ഏനോ ഈസി എന്ന് ഞാൻ പറയില്ല, കുറച്ചും കൂടെ എളുപ്പം. ഐ മീൻ മേ ബി അത് എടുക്കാനായിട്ട് കുറച്ചും കൂടെ വരുന്ന ഒരു ഇതാണ്. പക്ഷേ എളുപ്പമല്ല, കാരണം ഞാൻ വളരെ വൈബ്രൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്. അപ്പം വളരെ ഡൗൺ ആയിട്ടൊരു ക്യാരക്ടറാണ് ഇതിൽ ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ എസ്പെഷ്യലി എന്താ പറയുക, പിന്നെ ആള് ഇതേപോലെ എന്താ പറയുക, ആള് കണ്ടാൽ തന്നെ അതിനകത്ത് പേടി വരും. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവളുടെ ക്യാരക്ടർ വ്യത്യാസമുണ്ട്, അതായത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്, അവൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇവള് പിന്നെ സെക്കൻഡ് ഷെഡ്യൂൾ, നമുക്ക് മനയിൽ വരേണ്ട ആവശ്യം വന്നിട്ടില്ല. ആക്ച്വലി ഇവള് രണ്ടാമത്തെ ഷെഡ്യൂളാണ് വന്നിരിക്കുന്നത്. When you act on screen and it always when it gets to involve the paranormal activities, you have to bring a haunted ambience to the scenes. So first thing is that you have to believe that you are something superhuman. Correct. Or there is some ghost involved and all. So how is that mental space, what's the process of bringing that mental space to the actor's process? Adaptation is very important once you need to get into that zone. So as an actor, you always have you turn into a chameleon. You just keep changing colors and moods and everything, because you have to deliver a scene, a dialogue. So, and this is like a very special film. It's not just I am only playing one shade or one mood. I have to deliver several others. So I was well prepared mentally. You have to prepare yourself mentally first. Then only you'll be able to do the physical demonstration of whatever you were mentally preparing. So when you read the script, when you understand your character, you easily get into that zone, and from one zone to another zone. Only first day, first shot was pretty difficult for me, because I was trying to adapt myself, because it was all new. And
high expectations. So to fulfill that, obviously it took me some time. Just the first shot, I kept on giving retakes, but then there's a process which an actor knows at how to break that loop, start afresh, and then rest was history. It was all flowing, you know. Yeah, we have our own ghost concepts like Raktarakshasa, Yakshi, Yes. Madan, Maruda, and also, and that is very, very culturally specific as well. So you don't even know Malayalam to a pretty extent. So there are actors who say that they can't actually act in other languages because they think in their own language. So it's hard to interpret into a character. So how was that angle of portrayal, and how much do you know this spooky ghost part of Kerala? A cinephile, an actor is a complete cinephile. You have been, as I said earlier, also consciously, unconsciously preparing yourself for ages for that very moment to deliver it. You know what I'm saying. Yeah, If you yeah, can yeah, relate to it. yes, yes. So once you are totally into cinema and you have been an avid follower of different genres and stories of world cinema and your local traditional cinema, so you are like a glass of probably water. You have so many impressions. Like as a human being, you have the impressions of all the past lives in you. This is what you are compiled of. Similarly, an actor is a mixture of all genre, all stories, all emotions. You have been reading. Watching a movie is not watching entirely for an actor. It's far more difficult because you are reading and grasping and putting everything together. So I was maybe not trying to praise my own tale, but well prepared for any given emotion to be portrayed on screen very easily. And if this has come, I think I was easily delivering it. Be it now, if you tell me to play a modern day girl, it's not difficult. Angry ghost, a ghost which is crying, a ghost which is laughing, a ghost which is fighting. So it was like transitions are easy. I think an actor can understand an actor's language. So yeah. Sakshi, the instrumental part of a horror movie when it comes to Kerala and Malayalam cinema is the multi-layered, deep women characters. So if you take Manichiratadu, or if you take Akashaganga, or if you take Daisere, the most recent release, which brought an all different version of horror in Malayalam cinema. There's a female character involved, and something happens, something worse happens to the female character, and things get turn around. And also, how are the characters in Arubi etched? I would say only one thing. Exactly why you should go and watch the movie in theaters. കാരണം ഇതിൽ ആരാണ് അരൂപി To എന്നുള്ളത് see which character is doing what. Okay, okay, okay. So അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഇതിൽ ലാസ്റ്റ് ആണ് അതിന്റെ ആ ഇത് കൊടുക്കുന്നത്. അതെ. ഏറ്റവും അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു, അതായത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. Okay. അവിടെ നിന്നാണ് നമ്മൾ ഇത് റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു സാധനം. Did it bring a new kind of enlightenment when related to these paranormal activities or the unexplainable happenings in and around the universe? Did working in Arubi or post the shoot, did it give you that kind of an inference? unfortunately, I was not the part Okay. of that sequence that you're talking or discussing about right now. I haven't faced any of that, nor was I shooting in that location. So, no, I have not been a part of it, nor have I faced anything as such during the shoot. From the members and the directors, what have you understood about the mood that will be created by Arubi? Why? Okay, as far as I've known and learned from everybody, I feel I was saying this each time you keep expecting and assuming that okay, now I understood what has happened previously, is when you will get to know that oh, there's another twist in the movie. Mm-hmm. So you will never come to a climax by yourself assuming ki acha, I knew this was gonna come. No, that's not gonna happen. Okay. Each time you keep expecting, you'll have another thing coming up. Okay. So Okay. only answer for all the question about what exactly is happening in the movie is the climax. Mm-hmm. That's when you will understand, oh, this is the reason why everything happened. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്ലൈമാക്സ് ആണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്.
ആ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തോട്ട് വെച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. ഇപ്പം നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല അയാൾ ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും തിങ്ക് ഒരേപോലെ കൊണ്ടുപോകും. പക്ഷെ ലാസ്റ്റിൽ നിങ്ങൾ ചിന്തിക്കുക അതിങ്ങനെ ആവട്ടെ നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ അവസാനം അതെന്താവും ഒറ്റൊരു പോയിന്റിലേക്ക് ഒരു പിൻ പോയിന്റിൽ കൊണ്ടുവന്നിട്ട് ട്രിക്കി പ്ലേ ആണ്, ക്ലിക്ക് ചെയ്യാതെ കണ്ടന്റ് ആണ് ഇതിന്റെ മീൻസ് ആണ്. അത് ലാസ്റ്റ് ആ പടം കാണുമ്പോൾ തന്നെ അത് ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട പടം തന്നെയാണ്. കാരണം സൗണ്ട് സിസ്റ്റം അത് ഞാൻ അതിലേക്ക് വരാം. മ്യൂസിക് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപി സുന്ദറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളിയായിട്ട് നമ്മൾ കുറേ കാലങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളുള്ള അതുകൊണ്ട് പുള്ളി വന്നു. അത് പുള്ളി മ്യൂസിക് ചെയ്തതിന് ശേഷം എന്നോട് പറഞ്ഞു അഭിലാഷ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഞാൻ തന്നെ ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വളരെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് പുള്ളി ചെയ്തതിൽ നല്ലൊരു റിസൾട്ട് വന്നിട്ടുള്ളതൊരു മൂവിയുടെ ബാക്ക്ഗ്രൗണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഇതിനകത്തുള്ളത്. അതുകൂടെ അവർക്ക് കൂടെ തന്നെ M.R. രാജേഷൻ സാറാണ് ഇതിന്റെ ഓഡിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊന്നും ഭയങ്കര പുള്ളി ഇരുന്ന് തന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല ക്രാക്ക് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടത്. പിന്നെ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് തന്നെ നമ്മുടെ സപ്തയിലുള്ള കിഷൻ മോഹന്റെ ഓഡിയോഗ്രാഫി സൗണ്ട് ഡിസൈനിങ് അതും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പുള്ളി. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. ഒരു ഹൊറർ മൂവി എന്ന് പറയുന്നത് അതിൽ ഷൂട്ട് ചെയ്ത എലമെന്റിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ എന്താണ് സൗണ്ട് എഫക്ട്സ് ആണ്. ഇപ്പം ഡൈസർ എടുക്കുകയാണെങ്കിൽ തന്നെ അടിപൊളിയായിട്ടാണ് അതിൻ്റെ എന്ത് ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പടത്തിന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ ലെവലിൽ തന്നെ അതിന് ഒരു ഇതും നമ്മുടെ പ്രൊഡ്യൂസർ ഒരു ഇതും കാണിച്ചില്ല. അപ്പോൾ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തോ എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങളാണെങ്കിലും അതിൻ്റെ ടെക്നിക്കൽ സൈഡ് എല്ലാവരും എന്താണ് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ DOP അമനാണെങ്കിൽ തന്നെ അവൻ ദുബായിൽ ഡിഫറെൻറ്റ് ക്യാമറകൾ യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മളൊന്ന് അവൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആംഗിൾസും അതുപോലെ തന്നെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവന് ശരിക്കും പറയുകയാണെങ്കിൽ ഫ്രഷറാണ്. അവൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവനെ കൊണ്ടുവന്ന് ഞാൻ സിനിമോട്ടോഗ്രാഫി പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ ആ ഒരു ഇതും കൂടി വെച്ചിട്ടാണ് നമ്മളതിനകത്ത് എന്ത് ചെയ്തത് വർക്കൗട്ട് ചെയ്ത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻറ്റ്. ഒരു ചെറിയ റൂമിനകത്ത് 4 ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ റൂം എന്തായിപ്പോയി ഫില്ലായിപ്പോയി. പിന്നെ അതിനകത്തൊരു ഫൈറ്റ് കൂടി നടത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ആ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള പഴയകാല തറവാടുകൾ നമുക്ക് ചെന്നറിയാൻ പറ്റും. വളരെ എന്തായിരിക്കും ചെറിയ റൂമുകളായിരിക്കും, ഹൈറ്റ് ഭയങ്കര കുറവായിരിക്കും. അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഇതായിരുന്നു. പക്ഷെ നമ്മൾ അതെല്ലാം ചെയ്തു. ഒരു 3 പേര് ഒന്നിക്കുന്ന രണ്ടാമത്തെ പടം അല്ല, ഭൂതകാലത്തിന് ശേഷം ഈ ഒരു ടെക്നിക്കൽ ടീം ഒന്നിക്കുന്ന രണ്ടാമത്തെ പടം. ഭൂതകാലമാണ് ഇവരുടെ ലാസ്റ്റ് മൂവി ഇവർ 3 പേരും ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാവും ഞങ്ങൾക്ക് അറിയാം. സൗണ്ട് ബേസ്ഡ് ഇറ്റ്സ് ഒരു നല്ല അടിപൊളി സംഭവം നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും. അതിന്റെ മേളിൽ നമുക്ക് ഇതിന്റെ വിഷലും അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റോറി എലമെന്റും ഹൊററും കോമഡിയും കൂടി ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മള്. പിന്നെ ഞങ്ങൾ ഇതുവരെ പറയാത്തൊരു സാധനം ഇതിന്റെ ലാസ്റ്റിലുണ്ട്. അത് സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ അവിടെ. അതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടു തന്നെ അറിയണം. In Kerala's folklore and culture, the Yakshi or the female ghost is often called aesthetically beautiful and good-looking, breathtakingly beautiful, and also. But when these female ghosts are showcased in other film industries, especially in Telugu, Tamil, and Bollywood, they are shown in a sensual way. The ghost will be doing an item dance as well, a dance number as well. So, but in Malayalam, it's more rooted, more aesthetic, and also how is this female ghost being showcased in the film? Is it aesthetically beautiful, or does it have a limit of sensuality? Oh, she's beautiful in every way, but there's no sensual. Definitely is like I'll keep that under the wraps. You better go explore that at the theaters. And definitely this particular ghost has the beauty of the entire concept is that this ghost has been taking you through a lot of probably different emotions and time loops. So it is something which how do I put it across, something which you should definitely go and watch it at the theaters. But yes, they've showcased me very beautifully. They've given me a white which you saw at the trailers and everywhere in the posters. She is wearing the most gorgeous outfit. I would appreciate as a woman the white color, this traditional Kerala outfits. In a lot of songs also they have used a lot of traditional Kerala outfits. So they have made me stand out than the rest. So this was like a dream come true. Yes, because it was my first Malayalam film ever. Also the kind of the portrayal which they can give to any given woman, an actress, a first time launch, a beautiful Yakshini who was scaring everyone.
but then the outfits and the makeup and everything was making me stand out. So this particular ghost in this particular movie, I think would be received very well by the audience. ഓക്കെ, സിനിമ സംസാരിക്കട്ടെ. സിനിമ ഈ പറഞ്ഞ പോലെ ഭയവും ത്രില്ലും ഒക്കെ ഉണ്ടാക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. എല്ലാവരും പടം കാണാൻ സന്ദർശിക്കും.